എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ആൻ്റണി സച്ചിയെപ്പറ്റി വളരെ മോശമായിട്ട് രേവതിയോട് പറയുവാണ്. കള്ളു കുടിക്കുന്നവരൊക്കെ മോശക്കാരാണെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ് മോശക്കാരനല്ലേ? കള്ളു കുടിച്ചിട്ട് അവൻ ഈ ശരത്തിൻ്റെ കൈയാണ് ഒടിച്ചു കളഞ്ഞത്. നിങ്ങളുടെ ഭർത്താവാണ് ഏറ്റവും വലിയ കള്ളുകുടിയൻ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ആൻ്റണിയെ കൈവീശി അടിക്കാൻ പോകുന്നുണ്ട്. ശരത്ത് പിടിച്ചു മാറ്റും. എന്നിട്ട് പറയും, ചേച്ചി ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മ ശരത്തിനെ ചീത്ത പറയുന്നുണ്ട്. എടാ നീ എന്താടാ ഈ ചേച്ചിയൊക്കെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുമോ നീ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് പിന്നെയും ദേഷ്യം വരുവേ. രേവതി പറയുന്നുണ്ട്, അവനെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, ഇവൻ്റെ സ്വഭാവം മാറ്റിയെടുത്തതേ ഇവനാ, ഈ തെമ്മാടി എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി ശരത്ത് പിന്നെയും പറയുവേ, ചേച്ചി മര്യാദക്കിരുന്നോ, ഇനി ആൻ്റണി ചേട്ടനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ. അപ്പോൾ തന്നെ നമ്മുടെ ആൻ്റണി പറയും, ചേച്ചി എടാ നമ്മുടെ ചേച്ചിയല്ലേ, നീ വെറുതെ ടെൻഷൻ ആവല്ലേ, ഞാൻ പോയി തന്നേക്കാം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഇനി എൻ്റെ അനിയനെയും കൂട്ടി ഇങ്ങനെ കറങ്ങണ ജോലി നീ ചെയ്താൽ നിൻ്റെ ഇപ്പം ഞാൻ പൊക്കിയ കൈയുണ്ടല്ലോ അത് നാളെ കാണുമ്പോൾ നിൻ്റെ മുഖത്തിരിക്കും, മര്യാദക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി അവിടുന്ന് സ്ഥലം വിടുന്നുണ്ട്. സംഗതി ആൻ്റണി പേടിച്ചിട്ടൊന്നും അല്ല, പിന്നെ ശരത്തുണ്ടല്ലോ കൂടെ, അതുകൊണ്ടൊരു മറുപടി കൊടുത്തില്ലെന്ന് മാത്രം. അങ്ങനെ ആൻ്റണി പോകുവാണേ. പിന്നെ കാണിക്കുന്നത് സച്ചി നമ്മുടെ പാർട്ടി ഓഫീസിലോട്ട് വരുവാണ്. അനൂപും ഉണ്ട് കൂടെ. അപ്പോൾ നേതാവിൻ്റെ കൂടെ നേതാവിൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിയെ കാണുമ്പോൾ നേതാവ് പറയുന്നുണ്ട്, സച്ചി ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്താണ്, ആദ്യമായിട്ടാണ് ഇവൻ എൻ്റെ അടുത്തൊരു ആവശ്യവും പറഞ്ഞു വരുന്നത്. അവനൊരു സെക്കൻഡ്സിലൊരു കാറ് വേണം. നീ കാർ ഓടിക്കുന്ന ആളല്ലേ, നിനക്ക് നല്ലപോലെ കാറിനെ പറ്റിയൊക്കെ അറിയാലോ, ഈ അനൂപ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് സന്തോഷമാവേ. അനൂപ് ഇങ്ങനെയൊക്കെ സച്ചിയെ പറ്റി പൊക്കി പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സച്ചി പറയും, ആ അത്യാവശ്യമൊക്കെ അറിയാം. അപ്പോൾ പറയും, ഇവിടെ ഏതാ ഒരു നല്ല കാറിൻ്റെ കമ്പനി ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ സുഹൃത്തിന് വേണ്ടി നീ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നല്ല കാർ നോക്കി സെക്കൻഡ്സിൽ ഇയാൾക്ക് വേണ്ടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, അതിനെന്താ, ഞാനല്ലേ ഉള്ളത്, ഞാൻ കാർ എടുത്ത ഒരു സ്ഥലമുണ്ട്, അവിടെ തന്നെ ഞാൻ കൊണ്ടുപോകാം, ഇപ്പം തന്നെ പോയി നമുക്ക് നല്ല അടിപൊളി സെക്കൻഡ്സിൽ ഒരു കാർ എടുത്തിട്ടും വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവരെയൊക്കെ കൂട്ടി പോകുവാണേ ഷോറൂമിലോട്ട്. അപ്പോൾ ഷോറൂമിൽ ഇങ്ങനെ സുധി ഇങ്ങനെ കാറൊക്കെ നോക്കിയിരിക്കുവാണ്. ഈ സുധിയുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് കാശൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സുധി ഒരു കാറ് മേടിച്ച് കളയാമെന്ന് ഓർത്തിട്ട് ഷോറൂമിൽ പോയി ഇങ്ങനെ കാറ് മേടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് പിന്നെ നോക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാറൊക്കെ നോക്കുന്നുണ്ട്. സെക്കൻഡ്സ് ആണ് സുധിയും നോക്കുന്നത്. അങ്ങനെ നോക്കി നോക്കി ഒരു കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആളോട് പറയുന്നുണ്ട്, ദേ ഈ കാറ് കൊള്ളാം, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല ഇല്ല, ഒരു മേടിച്ചിട്ട് 1 വർഷം ഓടിയ കാറാ, പുതിയ കാറാ സാറേ, നല്ല കാറാണെന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഈ കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇത് തന്നെ മതി എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും, ആ അതിനെന്താ, നമുക്ക് പേപ്പറൊക്കെ സൈൻ ചെയ്യാം, പൈസയൊക്കെ എങ്ങനെ, പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ സുധിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയും, 1 ലക്ഷം ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് തരാം, ബാക്കിയൊക്കെ ലോണിൽ അടക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, എന്നാ വാ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് നോക്കാമെന്ന് പറയുമ്പോൾ സുധി പറയും, നിൽക്ക് വെയിറ്റ് ചെയ്യും, എൻ്റെ വൈഫിനെ ഞാനൊന്ന് വിളിക്കട്ടെ, വൈഫ് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിതൊന്നുകൂടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കുവാണെങ്കിൽ ശ്രുതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുവാണ്. ശ്രുതിനോട് പറയാതെയാണ് ശ്രുതി കാറൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. അങ്ങനെ കാറൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ വിളിക്കുവാണ്. സുധി ഫോൺ ചെയ്യാൻ പോയ ടൈമിൽ സച്ചി നേതാവിനെയും കൂട്ടിയും ഇതേ ഷോറൂമിലോട്ട് വരുവാണ്. കാരണം കാർ മേടിച്ചു കൊടുക്കണമല്ലോ നേതാവിൻ്റെ സുഹൃത്തിന്. അപ്പോൾ ഈ സെയിം ഷോറൂമിലായിട്ടാണ് സച്ചിയും വരുന്നത്. എന്നിട്ട് അവിടുത്തെ മാനേജറോടൊക്കെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഇത് നേതാവാണ്, ഈ നേതാവിൻ്റെ സുഹൃത്തിന് സെക്കൻഡ്സിൽ നല്ല അടിപൊളി കാർ നോക്കണമെന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, അതിനെന്താ, അതേ കാണിച്ചു തരാമല്ലോ, ഇഷ്ടം പോലെ കാറുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയും നേതാവും അവരൊക്കെ കൂടി കാർ നോക്കാൻ വേണ്ടി പോകുവാണ്. ശ്രുതി വിളിച്ച പാടെ നമ്മുടെ ശ്രുതി അവിടെ ഷോറൂമിൻ്റെ അവിടെ എത്തുന്നുണ്ട്. ശ്രുതി കാറ് മേടിക്കാൻ പോകാമെന്ന് അറിയുമ്പോഴേക്കും ശ്രുതി ചീത്ത പറയുന്നുണ്ട്, നമ്മളിപ്പോൾ അല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആ പൈസ മാറ്റി വെച്ചിരിക്കുന്നത്, വെറുതെ ഇപ്പോൾ ആവശ്യമുണ്ടോ കാറിൻ്റെയൊക്കെ, നമുക്ക് ബിസിനസ്സിലൊരു ലാഭം ഉണ്ടാകുമ്പോൾ അതിലും മേടിക്കാമല്ലോ കാറൊക്കെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, നമുക്കൊരു വില വേണമെന്നുണ്ടെങ്കിൽ കാറ് വേണം, ബിസിനസ് മീറ്റിന് പോകുന്നുണ്ടെങ്കിൽ കാറിൽ വേണം പോകാൻ, അപ്പോഴേ നമുക്കതിൻ്റെ മര്യാദ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ബാങ്കിലൊക്കെ ഇപ്പോൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ കാറിൽ പോയാലേ നമുക്ക് മര്യാദ കിട്ടത്തുള്ളൂ, കാറ് വേണം ശ്രുതി, വാ ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, സെക്കൻഡ്സിലൊക്കെ കാർ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാനേ നേരെ ഉണ്ടാവുള്ളൂ, ഒരുപാട് കാശ് അതിനു വേണ്ടി പോകുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഇതൊക്കെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ സ്ഥലമാണ്, നീ വാ ഞാനൊരെണ്ണം കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി നോക്കി വെച്ച കാറ് ശ്രുതിയെ കാണിക്കുവാണേ. കാറ് കാണുന്നതും ശ്രുതിക്കും ഇഷ്ടമാവുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, നല്ല കാറാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തുറന്നൊക്കെ നോക്കുന്നുണ്ട് ശ്രുതി. അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയും, വാ നമുക്ക് പോയി മാനേജറെ കണ്ടിട്ടും വരാം, കാറിൻ്റെ കാര്യങ്ങൾ ബാക്കിയൊക്കെ സംസാരിക്കണ്ടേ, നീ വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി അകത്തോട്ട് പോകുകയാണ്. അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ സച്ചിയും നേതാവും സുഹൃത്തും കൂടി അവിടെ കാറ് സെക്കൻഡ്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു കാറും ഇഷ്ടപ്പെടുന്നില്ല.
ലാസ്റ്റ് ഒരു കാറ് കാണുമ്പോഴേക്കും ആ സുഹൃത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയും, സച്ചി ഈ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കാറെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, കൊള്ളാലോ, ഇത് കാണാനും പുതിയ പോലെ ഉണ്ടല്ലോ, അടിപൊളി കാറെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ ഏത് കാറാ അത്? നമ്മുടെ ശ്രുതി നോക്കി വെച്ച അതേ കാറ്. സച്ചിക്കറിയില്ലല്ലോ ഈ കാറ് നോക്കി വെച്ചിരിക്കുകയെന്ന്. എന്നിട്ട് അവിടുത്തെ ആളോട് പോയി പറയുന്നുണ്ട്, ദേ ഈ കാർ ഓക്കെയാ, സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് കേട്ടോ, കാറിലെ സെയിൽസ്മാൻ, അയ്യോ സോറി സച്ചി, ഈ കാറ് വേറൊരാളെ നോക്കി വെച്ചിരിക്കുക, ഇപ്പം നോക്കി പോയതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും, അയ്യോ ആരാ അത്, അഡ്വാൻസ് വല്ലതും തന്നോ, ഞാൻ വേണമെങ്കിൽ അയാളോട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും, അഡ്വാൻസ് തന്നിട്ടില്ല, പക്ഷെ അവർ ഓക്കെ പറഞ്ഞ് പോയിരിക്കുവാണ്, അകത്തുണ്ട്, സച്ചി വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടി പോകുവാണേ. സച്ചി അകത്ത് കയറുന്നതും സുധിയെ കണ്ട് പൊട്ടിച്ചിരിക്കുവാണ്. ഇവനാണോ ഈ കാർ മേടിക്കാൻ വേണ്ടി വന്നത്? ഇവന് മര്യാദക്കൊരു ജോലി പോലും ഇല്ല, ഇവർക്കാണോ നിങ്ങൾ കാർ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ശ്രുതിക്ക് ദേഷ്യം വരുവേ. സച്ചിയുടെ ചേട്ടനെ പറ്റി എന്തൊക്കെയാ ഈ പറയുന്നത്? ഒരു നാലാളുള്ള സ്ഥലത്ത് ഇങ്ങനെയാണോ ചേട്ടനെ പറ്റിയൊക്കെ പറയുന്നത്? അപ്പോൾ സച്ചി പറയും, അല്ല നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാർ മേടിച്ച് പൈസ ചിലവാക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അതിനും മറുപടി കൊടുക്കുന്നുണ്ടേ, ഇത് ഞങ്ങളുടെ കാശാണ്, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, സച്ചിക്ക് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ആ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, പക്ഷേ ആ കാർ മേടിക്കാൻ നിൽക്കണ്ട, ആ കാർ ഞാൻ ഇയാൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുക എന്ന് പറയുവാണ്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് സീൻ നടക്കുവാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊന്നുമല്ല, വാക്തർക്കങ്ങൾ കൊണ്ടുള്ള ഫൈറ്റാണ്. പിന്നെ അവിടെ ശ്രുതി പറയുന്നുണ്ട്, ഈ കാർ ആദ്യം നോക്കിയത് ഞാനാ, എനിക്കല്ലേ നിങ്ങളപ്പോൾ ആദ്യം തരേണ്ടത്, ഞാൻ ഇപ്പം തന്നെ കാശ് തരാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, സാറേ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും ബാക്കി കിട്ടത്തില്ല, ഇവനിപ്പോൾ 1,00,000 തരാമെന്നല്ലേ പറയുന്നത്, ബാക്കി പൈസ തരാതെ ഇവൻ മുങ്ങിക്കളയും, ഇവൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും, അതേസമയം എൻ്റെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ വരെ കിട്ടും, മര്യാദക്ക് അവർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, സാർ ഈ കാർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് താന്നൊക്കെ പറയുമ്പോഴേക്കും ആ കാറിൻ്റെ ആൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സച്ചിയെ നേരത്തെ തൊട്ട് അറിയാവുന്നതാ, സച്ചി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഈ കാർ ഞങ്ങൾ സച്ചിക്ക് കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നല്ല കാർ നല്ല ഡിസ്കൗണ്ടിൽ തരാം, സച്ചിയുടെ ചേട്ടനല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ദയം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി വേറെ നല്ല കാർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വലിച്ച് ശ്രുതി പോകുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ആ കാറ് ഭയങ്കര ഇഷ്ടമായി ശ്രുതി, നമ്മൾ ഒന്നിച്ച് ആ കാറിൽ പോകുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതാ, അതിൻ്റെ ഇടയിൽ ഈ സച്ചി വന്ന് നശിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, വിഷമിക്കേണ്ട ശ്രുതി, നമുക്കായിട്ടൊരു സമയം വരും, നമുക്കിപ്പോൾ പോകാം എന്ന് പറഞ്ഞ് സുധിയും കൂട്ടി പോകുവാണേ. സച്ചി കാറൊക്കെ ഓടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, നല്ല അടിപൊളി കാറാണെന്നൊക്കെ നേതാവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നേതാവ് പറയും, എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി, നീ കാരണം എൻ്റെ പേര് കാത്തു, നീ എൻ്റെ പേര് കാത്തു, ഏതായാലും ഇന്ന് കാറ് മേടിച്ചല്ലേ, നമുക്കൊരു പാർട്ടി നടത്താം, നീ വാ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി പോകുവാണ് നേതാവ്. എന്നിട്ട് അവരൊരു ബാറിൻ്റെ ഫ്രണ്ടിൽ കാറ് നിർത്തുവാണേ. എന്നിട്ട് നേതാവ് പറയുന്നുണ്ട്, വാ സച്ചി, നമുക്ക് ഓരോന്ന് അടിച്ചിട്ടും പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അയ്യോ ഇല്ല സാറേ, ഞാൻ ഡ്യൂട്ടി ടൈമിൽ കുടിക്കത്തില്ല എന്ന് പറയുമ്പോഴേക്കും, എന്താ സച്ചി ഇത്, പോലീസ് പിടിക്കുമെന്ന് പേടിച്ചിട്ടാണോ? നീ എൻ്റെ പേര് കാത്തു, എൻ്റെ സുഹൃത്തിന് നല്ലൊരു കാറല്ലേ മേടിച്ചു കൊടുത്തിരിക്കുന്നത്, വാ നമുക്കൊന്ന് കൂടിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അയ്യോ ഇല്ല സാറേ, ഇതെൻ്റെ ഡ്യൂട്ടി ടൈമാണ്, ഞാൻ കസ്റ്റമറിനെ നമ്പി വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്, അപ്പോൾ അവരുടെ വിശ്വാസമാണ് എൻ്റെയും ഇത്, അതുകൊണ്ട് ഞാൻ ഈ ഡ്യൂട്ടി ടൈമിൽ കുടിക്കത്തില്ല, അതേസമയം രാത്രിയാണെങ്കിൽ സാറ് വിളിച്ചാൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വന്നാനായിരുന്നെന്ന് പറയുമ്പോഴേക്കും നേതാവ് പറയും, ആ കുടിക്കാത്ത ഒരാളെ നിർബന്ധിക്കുന്നത് ശരിയല്ല, പോട്ടെ സച്ചി, നമുക്ക് വേറൊരു ദിവസം കൂടാം, എന്നാൽ ഞങ്ങൾ അകത്ത് പോയി 2 ഒന്ന് അടിച്ചിട്ട് പറ്റേ, നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ അവിടെ നിർത്തിയിട്ട് നേതാവൊക്കെ കൂടി അകത്തോട്ട് പോകുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ വർഷ വരുന്നതാണ്. വർഷ വന്നിട്ട് ശ്രീകാന്തിനോട് പറയണം, വാ ശ്രീകാന്ത്, എനിക്കിപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷ നീ എന്തായി പറയുന്നത്? ശ്രീകാന്തേ എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വർഷയും വലിച്ചിട്ട് വെയിറ്റിംഗ് റൂമിലോട്ട് പോകുവാണ്. എന്നിട്ട് പറയും, നിനക്ക് എന്തായി പറ്റിയേ? ശ്രീകാന്തേ എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരു ഒറ്റ വാശി, അതേ വാശി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയും, അല്ല നീ തന്നെയല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് പെട്ടെന്നൊന്നും കുഞ്ഞുങ്ങൾ വേണ്ട, കുറച്ചുനാൾ കഴിഞ്ഞിട്ടൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, അതപ്പോൾ ഇന്ന് ഞാനൊരു ഡബ്ബ് ചെയ്തപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഡബ്ബ് ചെയ്തത്, എന്ത് ക്യൂട്ടായിരുന്നു ആ കുട്ടി, എനിക്കിപ്പോൾ ഒരു കുഞ്ഞിനെ വേണം ശ്രീകാന്തി എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അല്ല അതിപ്പോൾ പെട്ടെന്ന് എങ്ങനെയാ, എൻ്റെ ചേട്ടന്മാരൊന്നും ഇതുവരെ വിശേഷമായിട്ടില്ല, പിന്നെ നമുക്കിത്ര പെട്ടെന്ന് എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാനാണ് ഒറ്റ മോളാണ്, എനിക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ, എൻ്റെ വീട്ടിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ചേട്ടന്മാർക്ക് പിള്ളേരായില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റിങ്ങിൽ നിൽക്കണോ, എനിക്കിപ്പോൾ കുഞ്ഞിനെ വേണം ശ്രീകാന്തി എന്ന് വർഷ വാശി പിടിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷയെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, കുഞ്ഞിൻ്റെ ചിലവുകൾ ഒരുപാട് ചിലവൊക്കെ വരുന്നുണ്ട്, പിന്നെ അതുമാത്രമല്ല നിനക്കും ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്കും ജോലി ചെയ്യാൻ പറ്റില്ല, മറ്റേണിറ്റി ലീവ്, പ്രഗ്നൻസി ലീവ് അതൊന്നും നിനക്ക് കിട്ടുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും
വർഷ പറയും അതിനിപ്പോൾ എന്താ ഞാൻ ജോലിക്ക് പോയാൽ പോരെ, ശ്രീകാന്ത് ഒരു ദിവസം നോക്കണം, ഞാനൊരു ദിവസം നോക്കും, കുഞ്ഞിന് ഫീഡ് ചെയ്യിക്കാനാവുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോവാം, ഞാൻ കൊടുത്തോളാം പാലെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും വർഷേ നീ ഇങ്ങനെ പിള്ളേരെ പോലെ വാശി പിടിക്കല്ലേ, ഇപ്പോൾ എന്നും അതൊക്കെ ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ്, നമുക്ക് സമയം എടുത്ത് ആലോചിക്കാം വർഷേ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയും ഇല്ല ശ്രീകാന്ത് എനിക്ക് കുട്ടിയെ വേണം, ഞാൻ ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ്, ശ്രീകാന്തിൻ്റെ തീരുമാനവും കൂടി എനിക്ക് ഇപ്പം അറിയണം, ഇപ്പം വാ വീട്ടിലോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഇപ്പം തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും വലിച്ചുകൊണ്ട് പോകാൻ പോകുവാണേ വർഷ. അപ്പോൾ ശ്രീകാന്തിൻ്റെ സുഹൃത്ത് ചോദിക്കും എന്താടാ നിങ്ങൾക്ക് വിശേഷം വല്ലതും ആയോ? അപ്പോൾ പറയും ഇല്ല, എന്താ, അല്ല ഇല്ലാത്ത കുട്ടിയെ പറ്റിയാണോ നിങ്ങൾ സ്കൂളിൽ വിടുന്ന കാര്യം വരെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് പിന്നെ നമ്മളൊരു കുട്ടിയെ പറ്റിയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണെന്ന് പറയുന്നുണ്ട് വർഷ. അപ്പോൾ അയാൾ പറയും ഫ്യൂച്ചർ പ്ലാനിങ്ങിന് എന്തിനാ ഇപ്പോഴും ഇങ്ങനത്തെ സംസാരമൊക്കെ? വർഷ പറയും മര്യാദക്ക് ശ്രീകാന്തെ വൈകുന്നേരം വരുമ്പോഴേക്കും എനിക്കൊരു തീരുമാനം അറിയണം, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ട് വർഷ വാശി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണേ. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ ശ്രീകാന്തെ നീ ഇപ്പോഴാണ് ജോലിയിലൊന്ന് സെറ്റിലായിട്ട് വരുന്നത്, എത്ര പെട്ടെന്ന് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും എടുത്ത് വെക്കല്ലേ തലയിൽ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ സാവധാനം മതി, നിങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് സുഹൃത്ത് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.